ഗുരുപ്രിയ ചാനലിൻ്റെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇന്ന് അതിഥിയായി കിട്ടിയിരിക്കുന്നത് UAE ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ടുള്ള ഡോക്ടർ പ്രസന്ന ഭാസ്കരൻ എന്ന നമ്മുടെ ടീച്ചറിനെയാണ്. കഴിഞ്ഞ 40 വർഷമായി അധ്യാപന രംഗത്തിലൂടെ കടന്നു വന്ന് ഇന്ന് UAE ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ കുട്ടി മലയാളം എന്ന മലയാളത്തെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ ഇത്രയും വളരെ ഭംഗിയാർന്ന രീതിയിൽ കുട്ടികൾക്ക് മലയാളത്തെ പകർന്നു കൊടുക്കുകയും മലയാളത്തിൻ്റെ മാധുര്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഇന്ന് നമ്മളോടൊപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ഡോക്ടർ പ്രസന്ന ഭാസ്കരൻ അവരുടെ ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം മലയാളത്തോട് സ്നേഹം തോന്നിയത്? എൻ്റെ മാതൃഭാഷ മലയാളമാണ്. അപ്പോൾ ഒരു വിദേശ രാജ്യത്ത് വന്നിട്ട് അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല നമ്മുടെ സ്കൂളിൽ 20-ൽ കൂടുതൽ നാഷണാലിറ്റീസുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഭാഷകളും നമ്മളവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ മലയാളം തന്നെ പഠിക്കണമെന്ന് നമുക്ക് നിർബന്ധമാണ്. എല്ലാ കുട്ടികളും മലയാളം തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കുന്നത്. ബോർഡ് എക്സാമിനേഷനിൽ കൂടുതൽ കുട്ടികൾക്കും 100 മാർക്ക് തന്നെ കിട്ടുന്നതുമുണ്ട്. ഈ നമ്മുടെ സ്വന്തം സത്വത്തെ തിരിച്ചറിയാൻ മലയാളമാണ് നല്ലതെന്ന് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നില്ലേ, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ആ തത്വം തീർച്ചയായിട്ടും നമ്മൾ പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനോടും അത് പറഞ്ഞിട്ടുണ്ട്. മലയാളം പീരീഡുകളിൽ മലയാളം തന്നെ സംസാരിക്കണം. അധ്യാപന രംഗത്ത് വന്നിട്ട് എത്ര വർഷമായി? 40-ൽ കൂടുതൽ വർഷമായി. അതിൽ പ്രിൻസിപ്പലായിട്ട് 35 വർഷത്തിൽ കൂടുതൽ. അബ്ദുൽ കലാം സാറിന്റെ പേരിൽ ഒരു 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡും ബെസ്റ്റ് പ്രിൻസിപ്പൽ അച്ചീവ്മെന്റ് അവാർഡ്. ദെൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പ്രവാസികളിൽ നിന്ന് ചേതന ഗ്രൂപ്പിന്റെ വിമൻ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അധ്യാപന രംഗത്തെ ഇന്നത്തെ തലമുറയ്ക്ക് മാഡത്തിന് പകർന്നു കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണെന്ന് പറയാം? നമ്മുടെ വാല്യൂസിലാണ്, നമ്മുടെ റൂട്ടിലാണ് വാല്യൂ ഇരിക്കുന്നത്. ആ വാല്യൂ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സ്കൂളിൽ നിന്നുമാണ് കിട്ടുന്നത്. ആ വാല്യൂ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കണം. ഇത്രയും കാലം വിദേശത്തും കുറച്ചു കാലം സ്വദേശത്തും അധ്യാപന രംഗത്ത് തുടർന്നു വന്നു. ഇന്ന് ഈ മലയാണ്മയുടെ അവാർഡ് സ്വീകരിക്കാൻ ഇടയായി. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ മലയാളം മിഷൻ എന്നുള്ള ഈ പരിപാടി, ഈ തുടക്കം വളരെ വളരെ നല്ലൊരു തുടക്കം തന്നെയാണ്. അത് കുട്ടികളിലും അധ്യാപകരിലും വളരെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളിൽ തന്നെ വളരെയധികം കുട്ടികളിപ്പോൾ സ്വന്തമായിട്ട് കവിത എഴുതാനും കഥ എഴുതാനും ആ ഒരു താല്പര്യത്തിലേക്ക് എത്തിച്ചത് ഈ മലയാളം മിഷൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അധ്യാപകരിലാണെങ്കിലും ഉറങ്ങിക്കിടന്ന പല കലാവാസനകളും ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അത് ഉണർത്തിയെടുത്ത് അവരും കവിതയും പുസ്തകവും ഒക്കെ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെയെല്ലാം മലയാളി അവിടെ എല്ലാം മലയാളം എന്ന ആപ്തവാക്യം 100% വിജയിച്ചിരിക്കും. ഇന്ന് മലയാള ഭാഷയ്ക്ക് കേരളത്തിൽ അത്രയും പ്രാതിനിധ്യം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? കേരളത്തിൽ പ്രാധാന്യം കാണുന്നില്ല. കാരണം രക്ഷിതാക്കൾ തന്നെ പറയുന്നു, എൻ്റെ കുട്ടിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, അതുകൊണ്ട് വേറെ വിദേശ ഭാഷ ഏതെങ്കിലും, ഇപ്പോൾ ഫ്രഞ്ചോ ജർമ്മനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഭാഷ മതിയെന്ന് രക്ഷിതാക്കൾ തന്നെ പറയുന്ന സമയമാണിപ്പോൾ. അത് നമ്മൾ തീർച്ചയായിട്ടും, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വാല്യൂ നമ്മുടെ റൂട്ടിൽ നിന്നാണ് വേണ്ടത്. നമ്മുടെ അടിസ്ഥാനം നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സ്കൂളിൽ നിന്നുമാണ് കിട്ടേണ്ടത്. അതാണ് ആ കുട്ടിയിൽ, ആ വിദ്യാർത്ഥികളിൽ അവരുടെ അവസാനം വരെ പാലിച്ചു വരേണ്ടത്. ഇന്ന് മലയാളം മലയാളികൾ മറക്കുന്നു. തീർച്ചയായിട്ടും ഇംഗ്ലീഷിനെ, അതിന് വസ്ത്രധാരണത്തിലായാലും അല്ലെങ്കിൽ ഭാഷയിലായാലും ഒക്കെ വൈദേശികമായ കടന്നുകയറ്റം ധാരാളമുണ്ട്. ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങയുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും ഒരു പ്രവർത്തനം ഉണ്ടാവുക? ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് പറയാൻ, ഇപ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിൽ ചെയ്യാൻ പറ്റും, ആ സ്കൂളിലുള്ള അവരുടെ രക്ഷിതാക്കളോട് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ന് യൂണിവേഴ്സലായിട്ട് സംസാര ഭാഷയാണ് ഇംഗ്ലീഷ്. അത് തീർച്ചയായിട്ടും വേണം. അതിനോടൊപ്പം അവനവൻ്റെ മാതൃഭാഷയ്ക്കും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ മാതൃഭാഷയ്ക്കും കൊടുക്കണം എന്നാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. ഒരു സ്കൂളിൽ ഒതുങ്ങുന്നതാണോ മലയാളം ഭാഷ? തീർച്ചയായിട്ടും അല്ല. അതിനാണല്ലോ നമുക്ക് ഇപ്പോൾ മലയാളം മിഷൻ
അത് ഇപ്പോൾ ചാപ്റ്റർ വൈസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ഒരു ചാപ്റ്ററിൽ പല സ്കൂളുകളും ഉണ്ടാവും. അപ്പോൾ എല്ലാ സ്കൂളിൻ്റെയും നമുക്ക് അവരുടെ സൗകര്യം കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അത് നമുക്ക് ചാപ്റ്ററായിട്ട് ഉദ്ദേശിക്കാം. പിന്നെ നമുക്ക് സ്കൂളിൽ തന്നെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടത്താം. ഇപ്പോൾ പദ്യപാരായണത്തിൽ, കവിത എഴുതുന്നതിൽ, ചെറുകഥ എഴുതുന്നതിലൊക്കെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടത്തി മറ്റുള്ള സ്കൂളിലെ മലയാളി കുട്ടികളെയും നമുക്ക് കൂടുതൽ മലയാളം പഠിക്കാനും മലയാളം എഴുതാനുള്ള പങ്കെടുപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് വിദേശ രാജ്യത്ത് പോയി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതലും മലയാളത്തിനോടാണോ താല്പര്യം അതോ മറ്റു ഭാഷകളോടാണോ താല്പര്യം തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അവിടെ ആകുമ്പോൾ അറബിക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഇന്ത്യയുടെ ലാംഗ്വേജാണ് ഹിന്ദി, അത് വേണം. പിന്നെ മലയാളം നമ്മുടെ കേരളത്തിൻ്റെ ഭാഷയാണ്. ഈ വിദേശത്തേക്ക് പോയിട്ട് എത്ര വർഷത്തോളമായി? 40 വർഷം, 40-ൽ കൂടുതലായി. 40ഓളം വർഷമായി. പക്ഷേ എങ്കിലും തൻ്റെ മലയാളത്തെ, തൻ്റെ സത്വത്തെ ഒരിക്കലും കൈവിടാതെ കൊണ്ടു നടക്കുന്ന ഒരു വലിയ അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് മാത്രമല്ല, എൻ്റെ മക്കളിലും എൻ്റെ കൊച്ചുമക്കളിലും എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിലും കുട്ടികളിലും എല്ലാം അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. പഠന കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു ടീച്ചറിൻ്റെ? ഇപ്പോൾ പഠന കാലഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും സ്കോളർഷിപ്പോട് കൂടിയിട്ട് സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. സ്കൂൾ എൻ്റെ FACT സ്കൂളിൽ. പിന്നെ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ആലുവ സെൻറ്റ് സേവിയേഴ്സ് വിമൻസ് കോളേജിലായിരുന്നു. കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 2 വർഷത്തെ കാലം ഞാൻ FACT സ്കൂളിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് UAE വന്ന് ഒരു 6 മാസം ഞാൻ ജോലിയൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ നേരെ ന്യൂ ഇന്ത്യൻ സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടെ ഒരു 10 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്ത് ഞങ്ങളുടെ തന്നെ മാനേജ്മെൻറ്റ് ഒരു CBSE സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ എന്നെ പ്രിൻസിപ്പളായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഇന്നത്തെ തലമുറയിൽ CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വളരെയേറെ കൂടുതലുള്ള കാലഘട്ടമാണ്. നമ്മുടെ പേരൻസ് പോലും കുട്ടികളെ അതിലേക്ക് തള്ളിവിടാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ മാതൃഭാഷയെക്കുറിച്ച് ടീച്ചർക്ക് എന്താണ് അവർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഈ മാതൃഭാഷയിലേക്ക് അവരെ കൂടെ കൊണ്ടുവരാൻ? പഠിക്കുന്ന എല്ലാ കുട്ടികളും, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ കുട്ടികളും മലയാളം നിർബന്ധമായിട്ടും പഠിക്കണമെന്ന് നമ്മുടെ സ്കൂളിലെ ഐഡിയൽ സ്കൂളിൻ്റെ പോളിസിയാണ്. പിന്നെ അത് നമുക്ക് കേരളത്തിലും അത് പ്രാബല്യത്തിലാക്കിക്കൂടെ എന്നാണ്? തീർച്ചയായിട്ടും കേരളത്തിലാക്കാം. പക്ഷേ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ അതാത് സ്കൂളിലെ പ്രിൻസിപ്പൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെ, മലയാളം എന്ന മാതൃഭാഷ ഇന്ന് ഭരണഭാഷയായിട്ട് മാറിയിട്ടുണ്ട്. ഭരണഭാഷ മാതൃവൽക്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാതൃവൽക്കരിച്ചിട്ടുള്ള ഭാഷയെ അനേകം പാരൻസിനും മലയാളത്തിനോട് വലിയ താല്പര്യമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് ആരുടെയും കുറ്റമായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇന്ന് കുട്ടികളെ CBSE അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ അവർക്ക് എന്തോ കുറച്ചുകൂടി സ്റ്റാറ്റസ് കൂടി എന്നുള്ളൊരു മനോഭാവം, അതൊരു വൈകല്യമല്ലേ എന്നാണ് എനിക്ക് ടീച്ചറോട് ചോദിക്കാനുള്ളത്. അതിൻ്റെ കാരണം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് സ്കൂളുകളിലെ പഠന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസം പോലെ അല്ലായിരുന്നു അന്നത്തെ കാലങ്ങളിൽ. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് സ്കൂളുകളും വളരെയധികം നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ സ്കൂളിനേക്കാളും CBSE സ്കൂളിനേക്കാളും വളരെ നന്നായിട്ട് ഗവൺമെൻറ് കോളേജ് സ്കൂൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അംഗനവാടികൾ ധാരാളം ഉള്ളതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഭരണപരിഷ്കാരമൊക്കെ വന്നതിന് ശേഷം ഒരുപാട് അംഗനവാടികൾ വന്നു. അവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. എങ്കിലും ഒട്ടുമിക്ക പേരൻസും നമ്മുടെ കുട്ടികളെ LKG UKG സംസ്കാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിന് ഒരു വളരെ നമ്മുടെ മാതൃഭാഷ തുടക്കം മുതൽ പഠിക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ ആ കാൽവയ്പിൽ തന്നെ അമ്മ, അച്ഛൻ, മാതൃഭാഷ, മലയാളം, കേരം ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ കുട്ടികൾ ചൊല്ലി പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി ഈ സർക്കാർ മുന്നിട്ട് ഇറങ്ങണമോ വേണ്ടയോ? അത് ടീച്ചറിൻ്റെ അഭിപ്രായം എന്താണാവോ? തീർച്ചയായിട്ടും ഇറങ്ങണം. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മലയാളം മിഷൻ എന്നുള്ള ഈ പരിപാടി തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ മറ്റേ 10ാം ക്ലാസ്സിൻ്റെ ഈക്വലായിട്ടുള്ള പരീക്ഷ എഴുതി അതിൻ്റെ കോൺവെക്കേഷനിൽ പങ്കെടുത്തതും ഒക്കെ അതിന് ഉദാഹരണമാണല്ലോ. ഇപ്പോൾ മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഇപ്പോൾ തെലങ്കാനയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നതായിട്ട് കണ്ടു.
അപ്പോൾ ഈ വന്നിട്ടുള്ള കേരളത്തിൽ മാത്രം ഇതിനൊരു പ്രാതിനിധ്യം കുറവായിട്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറയാമോ? അത് ഇവിടുത്തെ രക്ഷിതാക്കളുടെ തന്നെ, കാരണം ഇവിടെ നിന്ന് ഞാൻ വിട്ടിട്ട് കുറേ വർഷമായി. പിന്നെ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് UAE നിന്ന് വന്നു കഴിഞ്ഞാൽ അധികം ബാംഗ്ലൂരാണ് പതിവ്. അതുകൊണ്ട് ഇവിടുത്തെ ആ രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. പക്ഷേ അതിനെ നമുക്ക് തീർച്ചയായും മാതൃഭാഷയെ നമുക്ക് മഹത്വവൽക്കരിക്കേണ്ടത് നമ്മുടെ ഓരോ പൗരൻ്റെയും കടമയാണ്. അതിനാണല്ലോ ഇപ്പം ഞാൻ കണ്ടു, കേന്ദ്രീയ വിദ്യാലയത്തിൽ തന്നെ മലയാളം മലയാളം മിഷനിൽ കേന്ദ്രീയ വിദ്യാലയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മലയാളം തുടങ്ങാനായിട്ട്. കേന്ദ്രീയ വിദ്യാലയത്തിലൊന്നും നേരത്തെ മലയാളം ഇല്ലായിരുന്നു, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതും ഇപ്പോൾ കേരളത്തിന് പുറത്തുമുള്ള കേന്ദ്രീയ വിദ്യാലയ സ്കൂളുകളിൽ മലയാളം തുടങ്ങിയിട്ടുണ്ട്. മലയാളം മിഷന്റെ പ്രവർത്തനം കേരളത്തിൽ സജീവമല്ല എന്നാണോ ടീച്ചർ പറഞ്ഞു വരുന്നത്? എത്രത്തോളം സജീവമാണെന്ന് പറയാൻ എനിക്കറിയില്ല, അത് അഖിലയ്ക്ക് അറിയാം. അഖില കുറച്ചും കൂടെ കൂടുതൽ നാൾ മലയാളം മിഷനായിട്ടും ചാപ്റ്റർ വൈസും ഒക്കെ ആയിട്ട് കൂടുതൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. നമ്മുടെ കേരളത്തിൽ സാക്ഷരതാ മിഷൻ എന്ന ഒരു പ്രവർത്തന മേഖല ഉണ്ടായിരുന്നു. ആ മേഖലയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ടീച്ചർ നോക്കിക്കാണുന്നത്? സാക്ഷരത കാരണം കൊണ്ട് വളരെയധികം ഞാൻ കണ്ടിടത്തോളം തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത പല ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള പലരും 10ാം ക്ലാസ് പാസ്സാവാനുള്ള ഒരു അവസരം ഉണ്ടായി. ആ 10ാം ക്ലാസ് പാസ്സായതുകൊണ്ട് പലർക്കും ജോലി കിട്ടി എന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ അത് ശരിയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മലയാളികൾ വളരെയേറെ മാതൃഭാഷയെ പുറന്തള്ളിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം എൻ്റെ ഇതിൽ നമ്മൾ എന്ത് പറയുന്നു, പ്രസംഗിക്കുന്നോ അത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ എന്താണ് പറയുന്നത്, ഒരു മാർഗനിർദ്ദേശം. നമ്മൾ എന്ത് പ്രസംഗിക്കുന്നോ അത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം. ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലംബോദരൻ അല്ലെങ്കിൽ ഒരു ദൃഷ്ടദ്യുമ്നൻ അല്ലെങ്കിൽ ഒരു ഭരതൻ ഇങ്ങനെയുള്ള പേരുകൾ എഴുതാൻ അല്ലെങ്കിൽ പറയാൻ ഒക്കെ വളരെ വൈഷമ്യത, അല്ലെങ്കിൽ അവർക്കത് അറിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ കേരളത്തിൽ മലയാളം പഠിച്ച വിദ്യാർത്ഥികൾ വളരെ നിഷ്പ്രയാസം ഈ വാക്കുകൾ പറയുകയും എഴുതുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങയുടെ ബാല്യകാലം, ആ മധുരസ്മരണകൾ ഒന്ന് പങ്കുവെക്കാമോ? അപ്പോൾ എൻ്റെ ബാല്യകാലം ഞാനൊരു ഗ്രാമപ്രദേശത്തിലായിരുന്നു. തൃശ്ശൂരിൽ മുണ്ടൂർ എന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചതും ഒരു കാലം വരെ വളർന്നതും അവിടെയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ സന്ധ്യയ്ക്ക് നാമം ചൊല്ലണം നിർബന്ധമായിരുന്നു. നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അവർ അടുത്ത് നിർത്തി, ആരെങ്കിലും ഒരാൾ മാറി മാറി അടുത്ത് നിർത്തിയിട്ട് ആദ്യം എന്നെക്കൊണ്ട് പഠിപ്പിച്ചത് സ്വരാക്ഷരങ്ങൾ പറയാൻ, പിന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ പറയാൻ, പിന്നെ ആഴ്ചകൾ ശനി ഞായർ തിങ്കൾ, പിന്നെ ഈവൻ എൻ്റെ അടുത്ത് നമ്മുടെ അശ്വതി ഭരണി കാർത്തിക 27 നാളുകൾ ഇതെല്ലാം പറയിപ്പിച്ചതിന് ശേഷം മാത്രമേ രാത്രിത്തെ ഭക്ഷണം എടുക്കുള്ളൂ. നിർബന്ധമായിട്ട് എല്ലാ ദിവസവും ഇത് പറയണം. അത് കഴിഞ്ഞ് വന്ന് നാട്ടിൽ തന്നെയുള്ളൊരു സ്കൂളിൽ തന്നെ ഞാൻ ആദ്യത്തെ വിദ്യാഭ്യാസമൊക്കെ നടത്തിയത്. ഇതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ തലമുറയ്ക്ക് ഈ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഈ പഠന സൗകര്യമോ അല്ലെങ്കിൽ ഈ നാമജപമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇപ്പോൾ രാമായണ പാരായണം മറ്റ് സന്ധ്യാനാമജപങ്ങളൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ഇന്ന് ആ സംഗതി 5% ഉള്ള വീടുകളിലുണ്ട്, ബാക്കിയുള്ള വീടുകളിൽ അതൊന്നും ഇല്ല. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ വൃദ്ധസദനങ്ങളിലാണ്. ഒട്ടുമിക്ക വീടുകളിലും പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏതാണ്ട് 150-ൽ പുറത്ത് വീടുകൾ അടഞ്ഞു കിടക്കുക. കാരണം എല്ലാവരും വിദേശവാസ യോഗ്യമായിട്ട് നിൽക്കുക. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി ഭവൻ പോലുള്ള ഒട്ടേറെ വൃദ്ധസദനങ്ങൾ ഇന്ന് കൂണുകൾ പോലെ നമ്മുടെ ജില്ലകളിലൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും അച്ഛനും അമ്മയും നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒക്കെ ആ വാല്യൂ പറഞ്ഞ് മനസ്സിലാക്കണം. ഞങ്ങളുടെ സ്കൂളിൽ എപ്പോഴും ഗ്രാൻഡ് ഫാദർ ഡേ, ഗ്രാൻഡ് മദർ ഡേ എന്നൊക്കെ നമ്മൾ നടത്താറുണ്ട്. ആ നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കുട്ടികളിൽ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ ആ വാല്യൂ കുട്ടികളിൽ മനസ്സിലാക്കാനായിട്ട് എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. പക്ഷേ പല സ്കൂളുകളിലും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പലർക്കും ആ അപ്പൂപ്പൻ അമ്മൂമ്മ എന്നുള്ള വാല്യൂ അറിയുന്നില്ല. അങ്ങനെയൊക്കെ എല്ലാ സ്കൂളുകളിലും ഇപ്പം നമ്മുടെ വിദേശത്തും കേരളത്തിലും ആ ഒരു പ്രാധാന്യം കൽപ്പിച്ചാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ എൻ്റെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയെല്ലാം കടന്ന് നാട്ടിൽ തന്നെ ഗ്രാമത്തിലെ സ്കൂളിലാണ് ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡൊക്കെ പഠിച്ച്
തീർച്ചയായിട്ടും ഇന്ന് ഈ നിലയിൽ ഞാൻ എത്തി. വിദ്യാഭ്യാസത്തിലാണെങ്കിലും ശരി, എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കൊച്ചുമക്കൾക്കും എല്ലാം ആ വാല്യൂ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നും അവരുടെ മുത്തച്ഛനെയും മുത്തശ്ശിക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വീട്ടിലും അങ്ങനെ ഒരു വാല്യൂ അവനവൻ്റെ കുട്ടികളെയും കൊച്ചുമക്കളെയും മനസ്സിലാക്കി കൊടുത്താൽ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് വൃദ്ധസദനങ്ങൾ കൂണുപോലെ മുളയ്ക്കാൻ കാരണം നമ്മൾ പേരൻസ് തന്നെയല്ലേ? ആണ്. പാരൻസ് അവരുടെ പാരൻസിന് ആ കൊച്ചുമക്കളിലൊന്നും ആ പ്രാധാന്യം കാണിച്ചു കൊടുക്കുന്നില്ല. അവർ നോക്കുന്നത് ബുദ്ധിമുട്ടായിട്ടും ഒക്കെയാണ് കൊച്ചുമക്കളെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ആ ഒറ്റ കാരണം, അത് നമ്മൾ 2-3 പേര് ശ്രമിച്ചാൽ നടക്കില്ല. എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ ആ ഒരു വാല്യൂയിലേക്ക് എല്ലാവരും തിരിച്ചു പോകുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം മലയാളം എന്നതാണ്. ഈ മലയാളം ഇന്ന് നമ്മുടെ മലയാളികൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് മാഡത്തിന് തോന്നിയിട്ടുള്ളത്? ഒന്ന്, മലയാളത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ രണ്ടാമത്, തിരിച്ച് കേരളത്തിൽ വരുമ്പോൾ വിദേശത്തായാലും നമ്മുടെ സ്വദേശത്തായാലും മലയാളം പഠിച്ച കുട്ടികൾക്ക് കേരളത്തിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു നിയമം വന്നാൽ മലയാളം തീർച്ചയായിട്ടും പഠിക്കും. അത് മാഡം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. കർണാടകയിൽ ഒരു ഗ്രാമത്തിൽ കുറച്ച് ഏരിയയിൽ, ഒരു പഞ്ചായത്ത് പോലുള്ള ഏരിയയിൽ, അവിടെ കൃത്യം 7 മണിക്ക് മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്യണം എന്നൊരു നിയമം, 9 മണി കഴിഞ്ഞാലേ അത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരു നിയമം വെച്ചിട്ടുണ്ട്. അതുപോലെ കർണാടകത്തിൽ കന്നഡ പഠിച്ചവർക്ക് മാത്രമേ ഉദ്യോഗമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാറുള്ളൂ. അതേ ഒരു സിസ്റ്റം ഇപ്പോൾ പഞ്ചായത്ത് രാജ് ഉണ്ടായതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും, ഏകദേശം ഒരു 99% വീടുകളിലും ഇംഗ്ലീഷിലാണ് നെയിം ബോർഡുകളൊക്കെ വെച്ചേക്കുക. ഇപ്പോൾ പിന്നെ ഓരോ വീടുകളുടെ പേരുകളായാലും അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാരുടെ പേരുകളായാലും ഒക്കെ ഇംഗ്ലീഷിലാണ്. ഇന്ന് നമ്മുടെ സാക്ഷരതാ മിഷൻ വന്ന സമയത്ത് പോലും ഒട്ടേറെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാർക്കും ഒക്കെ ഒരു ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് നമ്പർ എഴുതാനോ അല്ലെങ്കിൽ അതിൻ്റെ തുക എഴുതുവാനോ ഇന്നും സാധിക്കാത്തൊരു വിഷയമാണ്. അത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പിടിപ്പുകേട് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇംഗ്ലീഷിൽ ഒരു കല്യാണ ലെറ്റർ അടിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പേരെഴുതിയില്ലെങ്കിൽ, ഇംഗ്ലീഷിൽ വീടിന്റെ പേരെഴുതിയില്ലെങ്കിൽ ഒരു അഭിമാനക്കുറവ് പോലെ തോന്നാറുണ്ടോ പലർക്കും? എനിക്ക് തോന്നിയിട്ടില്ല. തോന്നുന്നവരുണ്ടായിരിക്കും. അല്ല, എനിക്ക് തോന്നിയിരുന്നെങ്കിൽ അതിനൊരു മാറ്റം വരണ്ടേ ടീച്ചറെ? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കുറച്ച് പേര് വിചാരിച്ചാൽ നടക്കില്ല. അതിന് കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരണം. അത് പഞ്ചായത്ത് തലത്തിൽ ഇന്ന് ഓരോരുത്തർ ആ പഞ്ചായത്തിന്റെ അധികൃതർക്ക് എടുക്കാവുന്ന ഒരു തീരുമാനമല്ലേ? ഇപ്പൊ തന്നെ നമുക്കറിയാലോ, അബ്ദുൽ കലാം ഒരു ഗ്രാമത്തിൽ വന്ന് ആ ഗ്രാമത്തിൽ തന്നെ സ്കൂളിൽ പഠിച്ച് തമിഴായിരുന്നില്ലേ, തമിഴ് തന്നെ മീഡിയത്തിൽ പഠിച്ച് അബ്ദുൽ കലാം ഇന്ന് എവിടെ എത്തി? അങ്ങനെ പല ഉദാഹരണങ്ങളും കാണിച്ച് അച്ഛനും അമ്മയും മക്കളെ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുട്ടികളിൽ ആ ചിന്ത വരും. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് പ്രാധാന്യം കൊടുക്കുന്നോ ആ പ്രാധാന്യം നമ്മുടെ മാതൃഭാഷയ്ക്കും കൊടുക്കണം എന്ന് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുത്താൽ മാത്രമേ മലയാളത്തിന്. പക്ഷെ ഒരു കാര്യത്തിൽ ടീച്ചർക്കും അനുഭവം ഉണ്ടായ ഒരവസ്ഥ ഉണ്ടാവാം. എൻ്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശത്തിലാണ് ചില ഹോട്ടലുകളിൽ ഇന്നും ബോർഡുകളിൽ വിലവിവര പട്ടിക എഴുതി വെക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഈ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഗ്രാമപ്രദേശമൊക്കെ ആണെങ്കിൽ അവിടെ വിദേശത്തുള്ള ആൾക്കാർ ആരും വന്ന് ഇത് വായിക്കാൻ പോകുന്നില്ല. പക്ഷെ ആ ഗ്രാമത്തിലെ ഉള്ളവർക്ക് മലയാളം മാത്രമേ അറിയൂവെങ്കിൽ, അല്ലെങ്കിൽ മലയാളം പോലും വായിക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ. അങ്ങനെ ഒരു മൂല്യച്യുതി നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഈ സാക്ഷരതാ മിഷനെ പോലുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇന്നും ആകാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്ന സാധ്യത. ഈ മലയാളം മിഷൻ പോലെ കുറച്ച് എന്താ പറയുക, ഒരു കമ്മിറ്റിയോ അങ്ങനെ കുറച്ച് ജനങ്ങളെ തിരഞ്ഞെടുത്ത് ഓരോ ഗ്രാമത്തിലും അവരെ എത്തിച്ച് ഈ മലയാള ഭാഷയുടെ പ്രാധാന്യവും ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഉടനെ ഒരു സുപ്രഭാതത്തിൽ നടക്കില്ല. പതുക്കെ ചെയ്ത് തീർക്കാവുന്ന ഉള്ളൂ. എല്ലാവരും ഒരുപോലെ മലയാളത്തിന് പ്രാധാന്യം കൊടുത്തു. ഇപ്പോൾ ഈ മലയാളം മിഷൻ എന്ന ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാക്കി അതിനെ വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവാസികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നു. പക്ഷേ കേരളത്തിൽ ഈ മലയാളം മിഷന്റെ ആവശ്യമുണ്ടോ? അതിന് പ്രസക്തിയുണ്ടോ? മലയാളം മിഷന് ആ പ്രാധാന്യം ഉണ്ടായതുകൊണ്ട് വിദേശത്ത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കേരളത്തിലും പരീക്ഷിച്ച് നോക്കണം.
യഥാർത്ഥത്തില് നമുക്ക് നമ്മുടെ മലയാളത്തെ നാം തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് ഈ മലയാളം ഇങ്ങനെ ഒരു പഠിപ്പിക്കേണ്ടി വരുന്നത് അല്ലെ? തിരിച്ചറിയാത്തത് കൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ച് പേരെ അതിനെ പ്രതിനിധികളായിട്ട് എടുത്ത് ഓരോ ഗ്രാമത്തിലേക്കും വിട്ട് അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട് എല്ലാവരും നടത്തിയെടുക്കാനായിട്ട്. നമ്മുടെ CBSE പോലുള്ള അല്ലെ ഇംഗ്ലീഷ് മീഡിയം പോലുള്ള സ്കൂളുകളിൽ ഒരു മലയാളം മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്താണ് അതിൽ അതിന് ആർക്കും പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ ഒരു ജോലി കിട്ടാൻ ഇത് മലയാളം അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും CBSE സ്കൂളുകളിൽ ഒരു മലയാളത്തിൻ്റെ പ്രാധാന്യം കാണിച്ചുകൊണ്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് നടന്നിരിക്കും. അപ്പോൾ ഈ മലയാളം മിഷൻ തീർച്ചയായും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമോ? നമുക്ക് കുറച്ച് പേർക്ക് അതിപ്പോൾ ശ്രീ മുരുകൻ കടയിലെ ശ്രദ്ധയിൽ കാണിക്കുക, അങ്ങനെ പ്രധാനമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകളെ ശ്രദ്ധയിൽ കാണിക്കുക. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു വേണം കേരളം അല്ലെ, കേരളത്തിൽ എല്ലാവർക്കും മലയാളം അറിയാലോ, എല്ലാ സ്കൂളുകളിലും മലയാളം മീഡിയം സ്കൂളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ധാരണയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം കേരളത്തിലുള്ള ഒരു 75% പേർക്ക് മലയാളം അറിയില്ല. ഇപ്പം എന്താ അതിൻ്റെ കാരണം? ഇപ്പം നമ്മുടെ പുറത്തുള്ള രാജ്യങ്ങളിൽ എന്തും സർവേ നടത്തിയിട്ടാണ് അത് പരീക്ഷണത്തിലെടുക്കുന്നത്. അതുപോലെ കേരളത്തിലൊരു സർവേ നടത്തി എത്ര പേര് മലയാളത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എത്ര പേര് മലയാളത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു സർവേ നടത്തിയാൽ അതിൻ്റെ ഒരു കണക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ആ കണക്ക് നോക്കി അതനുസരിച്ച് കുറേ പ്രതിനിധികളെ ഓരോ ഗ്രാമത്തിലേക്കും വിട്ട് മലയാളത്തിന് ആ ഇമ്പോർട്ടൻസ്, മലയാളമാണ് നമ്മുടെ ആ തത്വം, നമ്മുടെ അടിസ്ഥാന തത്വം എന്ന് മനസ്സിലാക്കാൻ കുറച്ച് പേര് വേണം ആദ്യം. അതിനാദ്യം സർവേ എടുക്കണം. ഈ സർവേ എടുത്തിട്ട് എത്ര പേര് ഇതിന് പ്രാധാന്യം കാണിക്കുന്നുണ്ട്. ഇതിലൊന്നും കാര്യമില്ല, ഇവിടുന്ന് കഴിഞ്ഞ് ഞാൻ നേരെ വിദേശത്ത് പോകുക, ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുക. അവർ അധികം കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരെയാണ് അധികം എടുക്കുന്നത്. ഇപ്പോൾ ഡോക്ടറായിട്ടും അല്ലെങ്കിൽ ഉയർന്ന പദവികളിലൊക്കെ ഇരിക്കുന്ന ഇന്ത്യക്കാരാണ്. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരുടെയും വിചാരിക്കുന്നത്. കേരളത്തിൽ ജോലി ചെയ്ത് കേരളത്തിൽ തന്നെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ആ റിസൾട്ട് കേരളത്തിൽ തന്നെ കാണിക്കണമെന്ന് എത്ര പേര് കാണിക്കുന്നുണ്ട്. പഠിച്ചും കഴിഞ്ഞാൽ അവരെ പുറത്തേക്ക് പോകുന്നു. അതും കഴിഞ്ഞിപ്പോൾ വിദേശ എന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രികളിൽ പോകുന്നു, അവിടെ ജോലി ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിച്ച കുട്ടികൾ പോലും ഇവിടെ ജോലി ചെയ്യുന്നില്ല. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ്, ആ വകുപ്പിനെ കുറിച്ച് എന്താണ് ടീച്ചറുടെ അഭിപ്രായം? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഡൽഹിയിൽ ഞാൻ CBSE സ്കൂളിൻ്റെ എല്ലാ ഗൾഫ് സ്കൂളിൻ്റെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും സ്കൂളുകളുടെ സെക്രട്ടറിയും ചെയർമാനും ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഡൽഹിയിൽ പോയിരുന്നു. ഡൽഹിയിലെ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം ഗവൺമെൻറ് കോളേജ് സ്കൂളുകൾ വിസിറ്റ് ചെയ്തിരുന്നു. എനിക്ക് തന്നെ അത്ഭുതമായി. അന്ന് ഞാൻ തീരുമാനിച്ചു ഗവൺമെൻറ് സ്കൂളുകളെ ഞാൻ താരതമ്യപ്പെടുത്തില്ല എന്ന്. അത്രയ്ക്കും വ്യത്യാസം. ഏറ്റവും വലിയ CBSE സ്കൂളുകളിലേക്കായാലും എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഒക്കെയുള്ള പല ഗവൺമെൻറ് സ്കൂളുകളെയും ആ വിദ്യാഭ്യാസ മന്ത്രി, ഈ പറഞ്ഞത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ളതും വിദേശ രാജ്യങ്ങളിലുള്ള ഗവൺമെൻറ് സ്കൂളുകൾ, ഞാൻ ഡൽഹി സ്കൂളിലെ കാര്യമാണ് പറഞ്ഞത്. ഡൽഹിയിൽ ഞാൻ പോയപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി എന്നെയും വേറെ 2 പ്രിൻസിപ്പലും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും 4 ഗവൺമെൻറ് സ്കൂളുകളിൽ പോയി അവിടുത്തെ എല്ലാ ഫെസിലിറ്റികളും അവിടെ അവരുടെ മാതൃഭാഷയ്ക്ക് ഒരു പീരീഡ് ഉണ്ട് അവിടെ. ആ മാതൃഭാഷയിൽ ആ ക്ലാസ് ടീച്ചർ ആ മാതൃഭാഷയുടെ, അപ്പോൾ അവിടെ ഹിന്ദി, അതിൻ്റെ പ്രാധാന്യം കാണിച്ചു കൊടുക്കുന്നതും ആ ഗവൺമെൻറ് സ്കൂളുകളുടെ വാല്യൂ കാണിച്ചു കൊടുക്കുന്നതും ആ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും ആ വകുപ്പ് മന്ത്രിയെക്കുറിച്ചും ടീച്ചറിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പം ഞാൻ കണ്ട അവിടുത്തെയും ഇവിടുത്തെയും കൂടെ കാഴ്ചപ്പാട് വെച്ചിട്ട് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ആ ശ്രമം നടക്കുന്നില്ല. ഒരു പക്ഷെ പ്രസംഗിക്കുന്നുണ്ടാകാം, പക്ഷെ പ്രവൃത്തിയിലില്ല. മറ്റത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പമാണ് ഞാൻ പോകുന്നത്. 4 ഇവിടെ ഇവിടുത്തെ ഏതെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ അങ്ങനെ പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഇത്രയും വളരെ വലിയ നിലയിൽ പ്രവർത്തിക്കുകയും ഒരുപാട് സ്കൂളുകളിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുവാനും നന്മ പകർന്നു കൊടുക്കാനും ഒക്കെ കഴിഞ്ഞ ടീച്ചർക്ക് കേരളത്തിൽ പറ്റിയിട്ടില്ല. ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈനിലുള്ള എല്ലാ സ്കൂളുകളിലും അവിടെയെല്ലാം പോയിട്ട് പല സ്കൂളുകളിലും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന 2 പ്രിൻസിപ്പൽസിൻ്റെ സ്കൂളുകളിൽ പോയി നോക്കിയിട്ടുണ്ട്. അത്രയും. ഇന്ന് നമ്മുടെ കേരളത്തിലെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക്
അധ്യാപകമാർക്ക് ടീച്ചർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം എന്താണെന്ന് പറയാം? ഇപ്പം ഇവിടുത്തെ ചില അധ്യാപികർ നമ്മുടെ ഐഡിയൽ സ്കൂളിൽ തന്നെ ജോലി അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ ക്ലാസ് എടുപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അവരിലൊന്നും MPhil, M.Ed, B.Ed, MSc എന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. പക്ഷേ അത് പ്രവർത്തിക്കാൻ അറിയില്ല, റിയൽ ലൈഫിൽ കാണിക്കാൻ അറിയില്ല. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കണം എന്നാണ് ടീച്ചറുടെ കൺസെപ്റ്റ്? അവർക്ക് അവരുടെ കുട്ടികളെ കുറിച്ച് ഉയർന്ന പ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ നിലവിൽ ഉള്ള ടീച്ചർമാർക്ക് എങ്ങനെ ഇവർക്ക് ആ ഒരു ഉന്നതമായിട്ടുള്ളൊരു പദവി അത് പകർന്നു കൊടുക്കാൻ കഴിയും? നമുക്ക് അവർക്ക് പലതരത്തിലുള്ള ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തിയേ പറ്റൂ. ഈ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടല്ലേ ഒരാൾ ടീച്ചറാവുന്നത്? അല്ല, അത് B.Ed അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പലർക്കും ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് എഴുതാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് പ്രവൃത്തിയിലാക്കാൻ കഴിയുന്നില്ല. എത്രയോ ടീച്ചേഴ്സ് അവിടെ വരുന്നുണ്ട്. നമ്മൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ക്ലാസ് എടുത്ത് കാണിക്കാൻ പറയുമ്പോൾ സത്യത്തിൽ PhD വരെ വന്നിട്ട് ഞാൻ ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള റിസൾട്ടായിരുന്നു. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ ഗുരുനാഥ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഭാരതിയമ്മ സാർ എന്നാണ്, ടീച്ചർ എന്നാണ്. പക്ഷേ ഞങ്ങൾ ഭാരതിയമ്മ ടീച്ചർ എന്ന് വിളിക്കാറില്ല, ഭാരതിയമ്മ എന്നേ വിളിക്കാറുള്ളൂ. കാരണം ഒരമ്മ എന്ന സ്ഥാനം ടീച്ചർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ടീച്ചർ കൊണ്ടുവരുന്ന ആഹാരം ഞങ്ങൾക്കൊക്കെ പകുത്ത് തരുമായിരുന്നു. ആ ടീച്ചറമ്മയുടെ കുട്ടിയും പേരക്കുട്ടിയും ഒക്കെ ഞങ്ങളോടൊപ്പം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം, ഒരമ്മ മകൻ അല്ലെങ്കിൽ ഒരു ഗുരു ശിഷ്യൻ എന്ന ബന്ധം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഒരു ഭയവും ഭക്തിയും ബഹുമാനവും ഇത് മൂന്നും ചേർന്ന ഒരു വികാരമായിരുന്നു നമുക്ക് അധ്യാപകരോടുണ്ടായിരുന്നത്. അധ്യാപകരെ ദൂരെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റെസ്പെക്റ്റും ഒരു വല്ലാത്ത ഒരു എന്നാ പേടിയുണ്ടാവും. നമുക്ക് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഇന്ന് അത് കാണില്ല. അതെന്തുകൊണ്ടായിരിക്കാം ടീച്ചർ? ആ സ്നേഹം അന്ന് ഇന്നത്തെ അധ്യാപകരിൽ ഒരു പരസ്പര ബഹുമാനമോ അല്ലെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ ഇന്ന് തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു സുഹൃത്തുക്കളെ പോലെ നടക്കുന്ന ഒരു ഗ്യാങ്ങിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിന് കുഴപ്പമില്ല. പക്ഷെ ആവശ്യമുള്ളിടത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആവണം, ആവശ്യമുള്ളിടത്ത് കുറച്ച്. കാരണം അന്നത്തെ ജനറേഷൻ അല്ല ഇന്ന്. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 1ാം ക്ലാസ്സിൽ തന്നെ ആ ക്ലാസ് ടീച്ചറെ നമ്മൾ ആരാവണം എന്ന് ചോദിച്ചിരിക്കും. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് എന്താവണം? അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞാൽ ആ ടീച്ചർ ചോദിക്കും എന്തുകൊണ്ട്. ഏത് 1ാം ക്ലാസ്സിൽ. ഇന്ന് 10ാം ക്ലാസ്സിലായാൽ പോലും പല ടീച്ചേഴ്സും ചോദിക്കില്ലല്ലോ നിങ്ങളുടെ ഭാവി എന്താ, നിങ്ങൾ ഭാവിയിൽ ആരാകണം, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. നിസ്സാര ഒരു കാര്യം. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ബെഞ്ചുകളിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരായാലും അധ്യാപകരായാലും നമ്മളോടൊപ്പം വന്ന് നമ്മുടെ അടുത്ത് നിന്ന് നമ്മളോട് സംസാരിക്കും. അത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തി തരുമായിരുന്നു, നമ്മൾ പറയുന്ന വാക്കുകൾ തിരുത്തി തരുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഗുരു ശിഷ്യ ബന്ധത്തിൽ. പക്ഷെ ഇന്ന് ആ കുട്ടികൾക്ക് അവരുടെ സംശയങ്ങൾ പോലും ദൂരീകരിക്കാൻ ഇന്നത്തെ ടീച്ചർമാർ സമയം കണ്ടെത്താറില്ല എന്നുള്ളൊരു പരാതി. ഒട്ടുമിക്ക പേരും ഒരു 90% അങ്ങനെയാണ്. പക്ഷെ 10% ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. സ്നേഹമുള്ള അല്ലെങ്കിൽ കുട്ടികളോട് വാത്സല്യമുള്ള സ്വന്തം കുട്ടികളാണെന്നുള്ളൊരു ബോധമുള്ള ടീച്ചർമാരുണ്ട്, അധ്യാപകരുണ്ട്, അധ്യാപികമാരുമുണ്ട്. പക്ഷേ ഒരു ജോലി ചെയ്ത് തീർക്കുന്ന വേഗതയിൽ ആ ഒരു കൃത്യതയിൽ മാത്രം ശ്രമിക്കുന്നവരാണ് വളരെയേറെ ഇന്ന് കാണാൻ. 90% ആൾക്കാരും ഇപ്പൊ അങ്ങനെയാണ്. ജസ്റ്റ് സാലറിക്ക് വേണ്ടി മാത്രം വരുന്നു, പോകുന്നു. അതെ, അതുകൊണ്ടല്ലേ ഇന്ന് കുട്ടികളും അധ്യാപകരും തമ്മിൽ വളരെ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്നത്തെ കാലങ്ങളിൽ ഒരു ടീച്ചറാകാൻ ആഗ്രഹിച്ചിട്ട് വരുന്നതാണ്. ഇന്ന് പഠിക്കുന്നു, ഒരു ജോലിയും കിട്ടുന്നില്ല, അതുകൊണ്ട് ടീച്ചറാവുന്നു. ടീച്ചർ ബൈ ചാൻസ്, ടീച്ചർ ബൈ ചോയ്സ്. ഇന്ന് ബൈ ചാൻസ് ആണ്, അന്ന് ബൈ ചോയ്സ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മൂത്ത മകൾ പറഞ്ഞു, ഞാൻ പഠിക്കുന്ന കാലത്തെ അവർ തീരുമാനിച്ചു ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറാകും. ആ ഇംഗ്ലീഷ് ടീച്ചർ തന്നെ ആയി. അന്ന് വെച്ചാൽ ആ ചെറുപ്പത്തിലെ ആ ഒരു
ഇന്നും ആ ഒരു ടെൻഡൻസി ഉള്ളിലുണ്ടായതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ടീച്ചർക്ക് മലയാളം ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് പ്രസംഗിക്കുന്നോ അത് ഞാൻ പ്രവൃത്തിയിലും കാണിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൊച്ചുമക്കൾക്ക് പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെ ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പോൾ അവർ ഇന്ത്യയിലല്ല UAE ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് UAE അല്ലാതെ അവരെ എനിക്ക് UK-ലും US-ലും ഒന്നും വിടുന്നതിൽ യാതൊരു താല്പര്യമില്ല, എൻ്റെ മക്കളെയും ഇല്ല. എന്നുവെച്ചാൽ ഞാൻ പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ കുട്ടി ഇതുപോലെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ അതാ പറഞ്ഞത് ബൈ ചോയ്സാണ്. ഇന്ന് അധികം നടക്കുന്ന ബൈ ചാൻസാണ്. അതാണ് ആ എന്താ പറയണ്ട ആ റിലേഷൻഷിപ്പ് ഇല്ലാത്തത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികളോടും അധ്യാപകരോടും ടീച്ചർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഉപദേശം എന്നുള്ളതിലുപരി അവർ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു സന്ദേശം അവർക്ക് നൽകാൻ കഴിയുന്നതിൽ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പകർന്നു കൊടുക്കാൻ കഴിയുക? ഒന്ന് നമ്മുടെ വാല്യൂവിനെ മുറുക്കി പിടിക്കുക. അത് എവിടെയും വെച്ചാൽ നമ്മുടെ വാല്യൂവിനെ നഷ്ടപ്പെടാതിരിക്കുക. നമ്മൾ ചോദിക്കില്ലേ, ഒരു നല്ലൊരു കുട്ടിയെ, നമ്മൾ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ നിൻ്റെ എവിടെ നിന്നാണ്, നിൻ്റെ ഫാദർ അച്ഛനും അമ്മ ആരാ, അല്ലെങ്കിൽ ഏത് സ്കൂളിൽ നിന്ന് വരുന്നു. അപ്പം നമ്മുടെ ആ വാല്യൂവിനെ മുറുക്കി പിടിക്കണം. നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ കേരളം, ആ കേരളത്തിൻ്റേതായ തനിമയുണ്ട്. ആ തനിമയെ നഷ്ടപ്പെടുത്താതെ അതിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവർ എത്ര പേരെ വേണമെങ്കിലും പഠിച്ചാലും എവിടെ പോയി ജോലി ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ ജീവിത നിലനിൽപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ എല്ലാവർക്കും ജോലി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ തന്നെ ഞാൻ ജോലി ചെയ്യും. എൻ്റെ വാല്യൂവിനെ ഞാൻ മുറുക്കെ പിടിക്കും. ഞാൻ എവിടെ പോയാലും എൻ്റെ ആ റൂട്ട്സിനെ ഞാൻ മറക്കില്ല എന്ന ഒരു തീരുമാനം എല്ലാ കുട്ടികളിലും എല്ലാ അച്ഛനമ്മമാരിലും ഉണ്ടായിരിക്കണം. അതൊരു സ്വാഗതാർഹതമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഇതേ ഒരു അഭിപ്രായം തന്നെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറകൾ വരുന്നതനുസരിച്ച് നമ്മുടെ മലയാളത്തിന് ഇന്ന് മലയാളം മറക്കുന്ന മലയാളിയാണ് നാം കാണുന്നത്. ഈ മലയാളം മറക്കാതിരിക്കാൻ, ഇത് പുതിയ വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ ഈ ഗവൺമെന്റിനോട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ഗവൺമെൻറ് മലയാളം നിർബന്ധമായും പഠിക്കണമെന്നും ആ മലയാളം പഠിച്ച കുട്ടികൾക്ക് മാത്രമേ കേരളത്തിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജിൽ കിട്ടാനുള്ള സാഹചര്യമോ ഉണ്ടാകുകയുള്ളൂ എന്ന് നിർബന്ധം സ്ട്രിക്റ്റായിട്ട് റൂള് വരുത്തി കഴിഞ്ഞാൽ പല കുട്ടികളും ഇവിടെ കണ്ടിന്യൂ മറ്റു സ്ഥലങ്ങളിൽ പോകും. എന്ന് വെച്ചപ്പോൾ കർണാടകയിൽ പോകും. അപ്പോൾ നിർബന്ധമായിട്ടും അവിടെ കന്നഡ പഠിക്കേണ്ടി വരും. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പോയാൽ നിർബന്ധമായിട്ടും അവിടെ മറാഠി പഠിക്കേണ്ടി വരും. അപ്പോൾ അവർ നിർബന്ധമായിട്ടും കേരളത്തിൽ തന്നെ പഠിക്കാൻ നിർബന്ധിതരാകും. നമ്മുടെ മാതൃഭാഷ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ടീച്ചർ തീർച്ചയായും ഇത് ഉന്നതങ്ങളിലേക്ക് ഇതിനെക്കുറിച്ചൊരു സംബോധന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഭിപ്രായം സാഹചര്യം ഉണ്ടായാൽ പറയാൻ പറ്റും. നമ്മുടെ ഇന്ന് ശ്രേഷ്ഠമായ മലയാളം എന്ന ഭാഷയ്ക്ക് ഒരു മഹത്തായ സ്ഥാനം വഹിക്കാൻ അതിനുവേണ്ടി ടീച്ചർ സധൈര്യം പ്രയത്നിക്കുമെന്ന് വിശ്വസിച്ചോട്ടെ. തീർച്ചയായിട്ടും. വളരെ സന്തോഷം, വളരെ സന്തോഷം. പരിചയപ്പെട്ടതിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ചാനലിലേക്ക് ടീച്ചറമ്മയെ കിട്ടിയത്, ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നു. ടീച്ചറമ്മ എന്ന് പറയുമ്പോൾ ആ ഒരു അമ്മയുടെ വാത്സല്യവും കൂടി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിപ്പെട്ടത് വളരെ അവിചാരിതമായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു മലയാളം എന്നത് മഹത്തായ ഒരു കർമ്മമേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും മലയാളത്തിൻ്റെ മഹത്വത്തെ വാനോളം ഉയർത്തിപ്പിടിക്കുന്ന ടീച്ചറമ്മയ്ക്ക് വലിയ നമസ്കാരം. ഇപ്പോൾ UAE പോലുള്ള പ്രവാസ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ മലയാളത്തിൻ്റെ മഹത്വം അറിയിച്ചു കൊടുക്കുന്ന നമ്മുടെ ടീച്ചറമ്മ, ഈ നമ്മുടെ മുരുകൻ കാട്ടാക്കട പോലെ ഒട്ടേറെ ആൾക്കാർ ഈ മലയാളം മിഷനുമായി പ്രവർത്തിച്ച് വിദേശങ്ങളിലുള്ളവർക്ക് ഒട്ടേറെ പേരെ സംഘടിപ്പിച്ച് അവർക്ക് മലയാളം എന്താണ്, കേരളം എന്താണ് എന്നുള്ളതിൻ്റെ ആ ഒരു ആത്മബോധം ഉള്ളിൽ തിളയ്ക്കുമ്പോഴും മലയാളികൾ ഒരിക്കലും ഈ മലയാളത്തെ വിസ്മരിച്ചു പോകുകയല്ലേ എന്നൊരു മനോവിഷമം മനസ്സിലുണ്ട്. അതുകൊണ്ട് ഈ മലയാളികളെയും കൂടി ശ്രീ മുരുകൻ കാട്ടാക്കട സാറിനോട് എൻ്റെയും ഈ ചാനലിൻ്റെയും ഒരു അഭിപ്രായമായിട്ട് തന്നെ പറയുന്നു. നമ്മുടെ ഈ മലയാള സംസ്കാരത്തെ നമ്മുടെ മലയാളികൾ കൂടി ഈ പ്രവാസികളുടെ ഒപ്പം മലയാളം മിഷനിലേക്ക് അവരെയും പങ്കെടുപ്പിച്ച്
നല്ലൊരു കൂട്ടായ്മയിലൂടെ നമ്മുടെ കുട്ടികളെ, പുതിയ വരുന്ന തലമുറകളെ, ഇന്ന് കഴിഞ്ഞുപോയ തലമുറകളെപ്പോലും വിസ്മരിച്ചു പോയിട്ടുള്ള പലവിധ കാര്യങ്ങളും ഇന്ന് പകർന്നു കൊടുത്ത് അവരെ മുന്നേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ടാവണമെന്ന് ദയവായി അറിയിക്കുകയാണ്. എപ്പോഴും ഒരുപാട് നന്ദിയും മനസ്സിൽ, ഹൃദയത്തിൽ മധുരത്തിൻ്റെ സ്മരണകളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ മടങ്ങാൻ പോകുന്നത്. കാരണം അത്രത്തോളം ഹൃദയസ്പർശിയായ ഒരു ഗുരുനാഥയെയാണ് നമുക്ക് അതിഥിയായി കിട്ടിയത്. എല്ലാ നന്മകളും അദ്ദേഹത്തിന് നേരുന്നു. നന്ദി, നമസ്കാരം.